Hi friends, welcome back to Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ക്രിപ്റ്റോ മൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ക്രിപ്റ്റോ അസറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ്സ് നമുക്ക് വാങ്ങാൻ പറ്റും, അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്സ് വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു സൈറ്റിനെ കുറിച്ചാണ്. ഒരു അടിപൊളി സൈറ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു സൈറ്റാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈറ്റിൽ നിങ്ങളിപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകിച്ചൊരു അഫിലിയേറ്റ് ലിങ്കോ അതിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ എനിക്കോ എൻ്റെ ചാനലിനോ കിട്ടില്ല. ആകെയുള്ളത് നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം എനിക്കറിയാവുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതുമൂലം എൻ്റെ ചാനലിലേക്ക് ഒരു അത് ഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതിലൂടെ ലഭിക്കും. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടൻറ്റ് കൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അസറ്റ് ആണെങ്കിലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ തുകയും നമുക്ക് നഷ്ടപ്പെട്ടാൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു തുക മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ക്രിപ്റ്റോ കറൻസിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എനിവേ, നമുക്ക് എന്തായാലും നമ്മളുടെ കണ്ടന്റിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈടോറോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് അതിനെക്കുറിച്ച് ഈടോറോയെക്കുറിച്ച് വിശദീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് നിങ്ങളുടെ മൊബൈൽ ഐഫോണോ ആൻഡ്രോയിഡോ ആണെങ്കിൽ അതിനനുസരിച്ച് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഈടോറോ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈടോറോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇനി അപ്ഡേറ്റ് ചെയ്താൽ മതി എൻ്റെ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈടോറോ എന്നൊരു ചോദ്യം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ ഈടോറോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെയാണ് ഓപ്പണായി വരുന്നത്. ഇപ്പം നിങ്ങൾ ഇതേവരെ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സൈനപ്പ് ചെയ്യാം. നിങ്ങൾ ആപ്പിൾ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൈനപ്പ് വിത്ത് ആപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൈനപ്പ് വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിളുണ്ട്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മാനുവൽ സൈനപ്പ് ഉണ്ട്. മാനുവൽ സൈനപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഡിസ്ക്ലൈമറും അതിൻ്റെ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ട 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമ്മൾ എപ്പോഴും ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈടോറോ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് കിട്ടുമല്ലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതുപോലെയൊക്കെ ചെയ്യുന്ന കണക്ക് സോഷ്യൽ മീഡിയ പോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഏതൊരാൾക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാക്കിയാണ് ഈടോറോ വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോ ഫീച്ചേഴ്സ് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പം ഇതിൻ്റെ ഒരു ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം എൻ്റെ ഈ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു മെമ്പർ ആയിട്ടുണ്ട്. അതായത് ഈ ഗോൾഡ് മെമ്പർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ $10,000 ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടയർ കിട്ടും. അതിൻ്റെ ബെനിഫിറ്റ്സും സംഭവമൊക്കെ ഞാൻ ആദ്യമേ പറയാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോൺസിലാണ്. അത് കഴിഞ്ഞ് സിൽവർ, അത് കഴിഞ്ഞ് ഗോൾഡ്, പിന്നെ പ്ലാറ്റിനം, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ എന്തുകൊണ്ട് ഈടോറോ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറയാം. ഈടോറോ ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം, നമുക്ക് നാട്ടിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ, ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ
നമുക്ക് സെറോദ അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് ഈ 2 സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സാണ് നാട്ടിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അവർ തന്നെയാണ് അവിടെ നല്ലതായിട്ടുള്ള ആളുകളും. അപ്പോൾ നമുക്ക് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ, നമുക്ക് ഇന്ത്യൻ സ്റ്റോക്സ് മാത്രമേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആമസോൺ അല്ലെങ്കിൽ ടെസ്ല ഇവരൊക്കെ അങ്ങ് കയറി പോകുന്നുണ്ട്, പക്ഷേ നമുക്കതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ബ്രോക്കറെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മില്യൺസ് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈട്ടോറോ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി തന്നെയാണ് 1 വർഷം മുമ്പ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. എനിക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സംശയമായിരുന്നു, ഈട്ടോറോ ഒരു സ്കാം ആണോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡൗട്ടായിരുന്നു. പക്ഷേ ഈട്ടോറോ സ്കാമല്ല, ഈട്ടോറോ പിന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും വഴിക്ക് നോക്കാം. ഇപ്പോൾ എന്തുകൊണ്ട് ഈട്ടോറോ എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ യൂസർ ഫ്രണ്ട്ലി, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള ഒരു വേയിലാണ് അവരിത്, ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. സെക്കൻഡ്, നമുക്ക് ഇതിനകത്ത് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. കോപ്പി ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ട്രേഡിംഗ് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേറൊരാൾ ഇപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ താഴോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ആളുകളെ ഇവിടെ കാണാം. ഇപ്പം ഇതിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരാളെ എടുക്കുകയാണ്. ഇതിൽ കെനാൻ ഏബിൾ എന്ന് പറയുന്ന ഈ ഒരു ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡറാണ്. ആൾക്ക് കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്, അതായത് എന്തിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആളെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഈട്ടോറോ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. വെരിഫൈഡ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഇപ്പോൾ നമുക്കൊരു തുക നമുക്ക് ആളെ കോപ്പി ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് എത്ര ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ എമൗണ്ട് ആളെ കോപ്പി കൊടുക്കുകയാണെങ്കിൽ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആളുടെ പോർട്ട്ഫോളിയോയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് ഓപ്പൺ ചെയ്യും. അതായത് എപ്പോൾ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമ്മളും ഓപ്പൺ ആവും, എപ്പോൾ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ നമ്മളും ക്ലോസ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് എടുക്കുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പം നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈട്ടോറോയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ 1-2 കാര്യങ്ങൾ വേറെ പറയാനുള്ളത്, ഇത് നമുക്ക് US സ്റ്റോക്ക്, അതുപോലെ തന്നെ ജർമ്മൻ, ചൈന ഇങ്ങനെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലെ സ്റ്റോക്സ് നമുക്ക് ആക്സസ് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ CFTs നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്താണ് CFT എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നീട് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് ഞാനിപ്പോൾ എൻ്റെ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാനിവിടെ കൂടുതലും എക്സ്പോസ് ആയിരിക്കുന്നത്, ഇതിപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം പകുതിയോളം എമൗണ്ട് താഴേക്കാണ് പോയിട്ട്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇതെടുക്കുക, അതിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഒക്കെ സെറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതെല്ലാം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഈട്ടോറോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് ഗുണങ്ങൾ ഉള്ളതുപോലെ എനിക്കിഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് പേര് പോയിൻ്റ് ചെയ്യുന്ന 1-2 കുഴപ്പങ്ങളുമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈട്ടോറോയിൽ നോർമൽ സ്റ്റോക്സ് ഒഴിച്ച്, അതായത് CFT ഒഴിച്ച് ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസികൾക്കൊക്കെ ആണെങ്കിൽ ഉയർന്ന സ്പ്രെഡ് ഫീ, അതായത് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒരു ചെറിയ എമൗണ്ട് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്നത് കമ്മീഷൻ ഇല്ല, ബ്രോക്കർ ഫീ ഇല്ല, അങ്ങനെയുള്ള സംഭവമാണെങ്കിലും അത് ശരിയാണ്. അത് ഏതിനാണ്?
നമ്മളുടെ സ്റ്റോക്സുകൾ CFT ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല, ഈ കമ്മീഷൻ സ്പ്രെഡ് ഫീ ഒന്നും പോവില്ല. പക്ഷേ നമ്മൾ സ്റ്റോക്സ് മാറി ക്രിപ്റ്റോ കറൻസി വാങ്ങുമ്പോൾ ഉയർന്ന സ്പ്രെഡ് ഫീ 2%, 3% ഒക്കെ സ്പ്രെഡ് ഫീ പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വലിയ എമൗണ്ടൊക്കെ ഇടുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറാം. മാത്രമല്ല നമ്മളത് ഇൻട്രാഡേ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് വലിയ നഷ്ടങ്ങൾ, നമുക്ക് ഇൻട്രാഡേ ചെയ്യാനായിട്ടൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ഇറ്റോറോ എന്ന് പറയുന്നത്. പക്ഷേ ലോങ് ടൈമിലേക്ക് നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാനും ഒക്കെ അടിപൊളി ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എങ്ങനെയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒട്ടുമിക്ക സ്റ്റോക്സിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ് ഷാരിഖ് ഷംസുദ്ദീൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസി മുതൽ നമ്മുടെ സ്റ്റോക്സ് എല്ലാത്തിൻ്റെയും ട്രേഡിങ്ങിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, അതും ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെ നമുക്ക് ട്രേഡിങ് ചെയ്യാം, എന്താണ് ക്യാൻസ്റ്റിക്സ്, എന്താണ് ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ബേസിക്സ് നോളജ് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഏതൊരു സ്റ്റോക്സിലും, അതായത് ഇറ്റോറോ പോലുള്ള സംഭവങ്ങളിലൊക്കെ വരാൻ. അപ്പോൾ ഇൻ കേസ് നമുക്ക് ബേസിക് അറിയത്തില്ലെങ്കിൽ നമുക്ക് കോപ്പി ട്രേഡ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഇതുപോലുള്ള ഷാരിഖ് ഷംസുദ്ദീനെ പോലുള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ട്രേഡിങ് പഠിച്ചിട്ട് വേണം ഈ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ പോകാൻ. ഒരുപാട് പ്ലാറ്റ്ഫോം, ഇപ്പം ഷാരിഖ് ഷംസുദ്ദീൻ പല ഇതിൽ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രോക്കേഴ്സ് ഉള്ളപ്പം പുറത്ത് പോയി ട്രേഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് ഷാരിഖ് ഷംസുദ്ദീൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുറത്തെ നമ്മളുടെ വെബ്സൈറ്റുകളിൽ നമ്മളെ പറ്റിക്കുന്ന, പൈസ തട്ടിക്കൊണ്ട് പോകുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അതിലൊന്നും ചെന്ന് പെടാതിരിക്കാനാണ്. എന്തുകൊണ്ട് ഇറ്റോറോ നമുക്ക് നാട്ടിലത്തെ സ്റ്റോക്സിനെ അപേക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ മെയിൻ കാരണം, നാട്ടിൽ നമുക്ക് US സ്റ്റോക്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെറോത്തയിലും ഇതുപോലെ അപ്സ്റ്റോക്സിലും നമുക്ക് പറ്റില്ല, ഇന്ത്യൻ സ്റ്റോക്സ് മാത്രമാണ്. അതുപോലെ നമുക്ക് പുറത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് ഇറ്റോറോ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടൊക്കെ തന്നെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എഗെയിൻ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കണ്ടൻറ്റും ഈ ഒരു വീഡിയോസ് ഒന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ ഒരു കാരണവശാലും നമ്മളുടെ ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വിലപ്പെട്ട പൈസ നിങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടരുത്. അതുപോലെ തന്നെ കടം മേടിച്ച് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന പൈസ ഒരിക്കലും നിങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് മാർക്കറ്റിലോ ക്രിപ്റ്റോ കറൻസിയിലോ ഇടരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് Sajith signing off. Bye bye.